ഗ്രാമത്തിൽ സുഖദേവ് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. സുഖദേവ് ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ 10 വയസ്സുള്ള മകൾ കോമൾ, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ആർത്തിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് സുഖദേവ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആർത്തി, നീ എവിടെയാ ഉള്ളത്? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ആർത്തി ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. എനിക്കെല്ലാം അറിയാം, നിങ്ങൾ ദിവസം മുഴുവൻ വയലിൽ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുവെന്ന്. പിന്നെ ഇന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതുപോലുമില്ല. നിനക്ക് എന്നെ അറിയാലോ ആർത്തി, ഇപ്പൊ വല്ലാതെ വില കൂടിയിട്ടുണ്ട്. ഞാനിപ്പോ നമ്മുടെ മകൾക്ക് വേണ്ടി ഇപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കുകയാണ്. എന്നാലേ അവൾക്ക് നല്ല കല്യാണം ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കും അതറിയാം. എനിക്കും രാത്രിയും പകലും ഒക്കെ ഇതേ വിഷമം തോന്നുന്നുണ്ട്. വിഷമിക്കണ്ട ആർത്തി, ഞാൻ രാത്രിയും രാവിലെയുമായിട്ട് വയലിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മകൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്. നമ്മളുടെ മകൾ വലുതായതിനു ശേഷം അവളുടെ കല്യാണം നല്ല ധാംധൂമായിട്ട് നമുക്ക് ചെയ്യാം. ദൈവമേ, നിങ്ങളുടെ വായിൽ പഞ്ചസാര ഇടണം. നിങ്ങൾ പറയുന്ന വാക്ക് തീർച്ചയായും പാലിക്കണം. ഒന്നും വിഷമിക്കണ്ട ആർത്തി, എനിക്ക് ആ ഈശ്വരന്റെ മേലെ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയണം. നമ്മുടെ മകൾ കോമൽ ഇപ്പോൾ 5ാം ക്ലാസ് എത്തിയിരിക്കുന്നു. അവളെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ? എന്താ സംശയാർത്ഥി, ഇതൊന്നും നീ ചോദിക്കുക ആവശ്യമില്ല. നമ്മുടെ മകളുടെ പഠിപ്പൊക്കെ നമ്മൾ പാതിയിൽ നിർത്താനേ പാടില്ല. അടുത്ത വീട്ടിലുള്ള തായി അമ്മച്ചി എന്തു പറഞ്ഞെന്നാൽ ഇക്കാലത്തിലെ പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതായത് എന്തു തന്നെ ആയാലും അവർ അടുപ്പത്തല്ലേ ഇരിക്കാൻ പോകുന്നെന്ന്. പഴയ കാലത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് സംസാരിക്കുക ആർത്തി? ഒരു കുടുംബത്തിലെ ഒരു പെണ്ണ് നന്നായിട്ട് പഠിച്ചാൽ പിന്നെ ആ കുടുംബം തന്നെ എല്ലാരും പഠിച്ചതുപോലെ ഉണ്ടാവും. പിന്നെ പഠിപ്പാണ് അവരുടെ ഫ്യൂച്ചറിലേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുക. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഇത് തന്നെ പറയുന്നു ഞാനും വിചാരിച്ചു. ആർത്തി പറഞ്ഞത് കേട്ടിട്ട് സുഖദേവ് ചിരിച്ചു. അടുത്ത ദിവസം സുഖദേവ് തന്റെ ജോലി നോക്കാനായി രാവിലെ ചെന്നു. അദ്ദേഹം തന്റെ നില മുഴാൻ തുടങ്ങി. വൈകുന്നേരം സുഖദേവ് തന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തിലെ മുഖ്യൻ അദ്ദേഹത്തോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, എന്താ സംഭവിക്കുന്നത് സുഖദേവ്? എല്ലാം ദൈവത്തിന്റെ ഐശ്വര്യം. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല സുഖദേവ്. നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യ പിന്നെ നിന്റെ മകളല്ലാതെ വേറെ ആരുമില്ല. എന്നാലും നീ രാവിലെ രാത്രിയായിട്ട് ഈ വയലിൽ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടി? ഇത്രയും കാശ് നീ ആർക്ക് വേണ്ടി ചേർത്ത് വെക്കുന്നത്? മുതലാളി, ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. ഇതെല്ലാം എന്റെ മകൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കോമലിന് വേണ്ടിയോ? നീ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ അറിവിൽ അറിഞ്ഞ ശേഷം നിന്റെ മകൾ നമ്മള് ഗ്രാമത്തില് നന്നായിട്ടല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. വേറെ എന്താ ഉള്ളത്? മുതലാളി, ഇന്നലെയാണ് എന്റെ മോള് മൂത്തതായത്. ഞാൻ അവൾക്ക് കല്യാണം ചെയ്തു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. എന്നാലല്ലേ അവളുടെ കല്യാണ ഏർപ്പാടൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ അറിയാലോ, ഒരു അച്ഛന്റെ കടമയായിട്ട് മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യമായിട്ട് അവരുടെ മകളുടെ കല്യാണം നടത്തുന്നതല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എങ്ങനെയും സുഖദേവ്, നീ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നിന്നെ പോലെ ആൾക്കാര് വളരെ കുറവായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നിന്നെ പറ്റി വിചാരിച്ചാൽ എനിക്ക് അഭിമാനമായിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് നീ ചോദിക്കാൻ തീരെ നാണപ്പെടണ്ട. ഞാൻ ഈ ഗ്രാമത്തിന്റെ മുതലാളിയാണ്. പിന്നെ ഞാൻ നിന്നെ പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴും മര്യാദ നൽകും. നിനക്കറിയാലോ, ഇത് നിങ്ങളുടെ വലിയ മനസ്സാണ് മുതലാളി. നിങ്ങൾ ഇത് ഇത്രയും പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞുപോയി. എനിക്ക് എന്റെ അധ്വാനം, എന്റെ വിശ്വാസം, എല്ലാം വിശ്വാസമുണ്ട്. സുഖദേവ് പറഞ്ഞത് കേട്ടതും മുഖ്യൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എടുത്തു പറയണമെങ്കിൽ ആ മുഖ്യൻ വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഗ്രാമത്തിലെ ജനങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ 5 വർഷം കടന്നുപോയി. സുഖദേവിന്റെ മകൾ കോമൽ ഇപ്പോൾ 15 വയസ്സ് പെൺകുട്ടിയായി. നമ്മുടെ മകൾ കോമലിന് ഇപ്പൊ വയസ്സ് 15 നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നലെ മുതൽ ഞാനും ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് മോൾക്ക് 15 വയസ്സായെന്ന്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഞാൻ ഇവൾക്ക് വേണ്ടി എത്ര കാശ് ചേർത്ത് വെച്ചിട്ടുണ്ടോ ആ കാശ് വെച്ചിട്ട് അവളുടെ കല്യാണത്തിലുള്ള സാധനങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങി വെക്കാന്ന് വിചാരിക്കുന്നു. എന്നാലേ അതൊക്കെ ശരിയായിട്ടുണ്ടാവും തോന്നുന്നു. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ശരി ആർത്തി, ഞാൻ ഇപ്പൊ തന്നെ സിറ്റിയിലേക്ക് പോവാം. അടുത്ത ദിവസം തന്നെ സുഖദേവ് നഗരത്തിലേക്ക് ചെന്നു. സുഖദേവ് നഗരത്തു നിന്നും നല്ല വില ഉയർന്ന പാത്രങ്ങൾ തന്റെ ഗ്രാമത്തിലുള്ള തന്റെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നു. ഇത്ര വില കൂടിയ പാത്രങ്ങൾ കണ്ടിട്ട് ആർത്തി പറഞ്ഞു, ചേട്ടാ, ഈ പാത്രങ്ങളൊക്കെ വില അധികമാണെന്ന് തോന്നുന്നു. നീ എന്താ വിചാരിച്ച ആർത്തി? നമ്മുടെ മകൾക്ക് ഞാൻ എന്താ സാധാരണ പാത്രം വാങ്ങിട്ട് വരുന്ന വിചാരിച്ചോ? ഒരു ദിവസം എന്റെ മകൾ തീർച്ചയായിട്ടും ഈ പാത്രത്തിലാണ് അവരുടെ അമ്മായി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക. എന്നാലേ ആ വീട്ടിൽ ഇവൾക്ക് നല്ല മര്യാദ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. പോകുന്ന സ്ഥലത്ത് നമ്മുടെ മകൾക്ക് നല്ല മര്യാദ കിട്ടണം. അവിടെയുള്ളവരൊക്കെ ഇവളെ സ്നേഹത്തോടെ നോക്കണം. അതിനേക്കാൾ നമുക്ക് വേറെ എന്താണ് വേണ്ടത്? നീ വിഷമിക്കേണ്ട ആർത്തി. ഞാൻ ഇന്നു മുതൽ ഇനിയും ഞാൻ കഠിനമായിട്ട് അധ്വാനിക്കും. ഞാൻ എന്റെ മകളുടെ കല്യാണത്തിൽ ഒരു കുറവും ഇല്ലാതെ പോലെയാണ് നോക്കാൻ പോകുന്നത്. നീ തന്നെ നോക്കിക്കോ ആർത്തി. നമ്മുടെ മകളുടെ കല്യാണം ഗ്രാമത്തെ ജനങ്ങൾ ആരും മറക്കാനേ പാടില്ല.
അടുത്ത ദിവസം മുതൽ സുഖദേവ് കൂടുതൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ തുടങ്ങി. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ 10 വർഷങ്ങൾ കടന്നുപോയി. കോമളിന് ഇപ്പോൾ 25 വയസ്സായി. ഒരു ദിവസം സുഖദേവ് വളരെ ക്ഷീണത്തോടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മകൾ കോമൽ ഉടനെ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. അച്ഛാ, നിങ്ങൾ കഷ്ടപ്പെട്ടത് മതി. ഞാൻ ചെറിയ പ്രായം മുതൽ കാണുന്നു. നിങ്ങൾ ദിവസവും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. ഇത് എല്ലാ കാര്യവും ഞാൻ നിനക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. എന്തെങ്കിലും ആകട്ടെ അച്ഛാ, ഇനി നിങ്ങൾ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. ഇപ്പോൾ ഞാൻ വലിയവളായി. എന്റെ പഠിത്തവും കംപ്ലീറ്റ് ആയി. ഇപ്പോൾ എനിക്കൊരു നല്ല ജോലി നോക്കാൻ സാധിക്കും. കോമൾ പറഞ്ഞത് കേട്ടിട്ട് കോമളിന്റെ അമ്മ ആർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടത് നിന്നെ ഒരു ജോലിക്ക് അയക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല മോളെ. തുടക്കം മുതൽ ഞങ്ങളുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ നിന്നെ ഒരു നല്ല സ്ഥലത്ത് കല്യാണം കഴിച്ച് അയക്കണമെന്നതാണ്. നിന്റെ അമ്മ പറഞ്ഞത് വളരെ ശരിയാണ് കോമൾ. നമുക്ക് നാളെ തന്നെ സിറ്റിയിലേക്ക് പോയിട്ട് ഇതുപോലെ വില കൂടിയ സാധനങ്ങൾ നമുക്ക് വാങ്ങിട്ട് വന്നേക്കാം. വീട്ടിലേക്കും കൊണ്ടുവരാം. നിങ്ങളോട് ഇനിയൊരു കാര്യം കൂടി പറയാനുണ്ട്. പറയൂ, എന്താണ് കാര്യം? കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കോമലിന് വേണ്ടി തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും ഒരു വരൻ വന്നില്ലേ? അവരിതുവരെയും ഒരു മറുപടിയും പറയാതിരിക്കുന്നല്ലോ. ഞാൻ നിന്റെ അടുത്ത് പറയാൻ മറന്നുപോയി ആർത്തി. അവർക്ക് നമ്മുടെ മകൾ കോമളിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞു. അവര് അടുത്ത മാസം തന്നെ കല്യാണം വെക്കാന്നാണ് പറയുന്നത്. നമ്മള് രണ്ടുപേർക്കും ഇന്നും കുറെ ജോലി ബാക്കിയുണ്ടല്ലോ. ഞാൻ നാളെ തന്നെ സിറ്റിയിൽ പോയിട്ട് വാങ്ങാനുള്ള എല്ലാ സാധനവും വാങ്ങിട്ട് വന്നേക്കാം. അടുത്ത ദിവസം സുഖദേവ് തന്റെ ഭാര്യ ആർത്തിയോടൊപ്പം നഗരത്തിലേക്ക് ചെന്നു. ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് വന്നു. അവരെല്ലാരും വളരെ സന്തോഷത്തിലായിരുന്നു. സുഖദേവും ആർത്തിയും വളരെ തളർച്ച കാരണം നേരത്തെ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ അവർ എണീറ്റ് നോക്കിയപ്പോൾ അവരുടെ വീട്ടിന്റെ അവസ്ഥ കണ്ട് ആർത്തി ആകെ സ്തംഭിച്ചു പോയി. എന്നിട്ട് തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ, നിങ്ങളിത് കണ്ടോ? വീട്ടിലുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. ഞാൻ അത് തന്നെയാണ് ആലോചിക്കുന്ന ആർത്തി. വാങ്ങിയ എല്ലാ സാധനങ്ങളും എങ്ങോട്ടാ പോയത്? വാങ്ങിയ എല്ലാ സാധനങ്ങളും ഇന്നലെ രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഉള്ളിൽ ആരാണ് അതൊക്കെ എടുത്തിട്ട് പോയത്? ആർത്തി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആർത്തി കരയുന്ന ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വന്നുകൂടി. ഗ്രാമത്തിലുള്ള ഒരാൾ സുഖദേവിനെ വിളിച്ചുകൊണ്ടുപോയി എന്തു പറഞ്ഞെന്നാൽ, സുഖദേവ്, നിനക്കൊരു കാര്യം അറിയില്ലേ? ഇപ്പൊക്കെ ഈ മോഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നീ എന്താ പറയാൻ വരുന്നത്? ഇവിടുന്ന് കുറച്ചു ദൂരത്തേക്ക് പോയാലേ ഒരു വലിയ മോഷണ മാർക്കറ്റ് ഉണ്ട്. ആ വലിയ മോഷണത്തിന്റെ മാർക്കറ്റിന്റെ മുതലാളി ഒരു വലിയ ഗ്യാങ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കൂട്ടം ഓരോരോ ഗ്രാമത്തിലേക്ക് രാത്രി നേരത്തിൽ പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങളെ മയക്കമാക്കി വെക്കും. പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവിടെ നിന്ന് അവര് മുങ്ങിക്കളയും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇപ്പൊ ആദ്യമായിട്ട് പോയിട്ട് ആ മോഷണ മാർക്കറ്റിൽ പോയി നോക്ക്. നിന്റെ മോഷണം പോയ സാധനങ്ങളൊക്കെ ആ മാർക്കറ്റിലുണ്ടോ? നീ പോയി നോക്ക്. അയാൾ പറഞ്ഞത് കേട്ടിട്ട് സുഖദേവ് ഉടനെ ആ കള്ളന്മാരുടെ മാർക്കറ്റിലേക്ക് ചെന്നു. പിന്നീട് ആ കള്ളന്മാരുടെ മാർക്കറ്റ് മുഴുവൻ സാധനങ്ങൾ തേടാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആ മാർക്കറ്റിലുള്ള ഒരു കട പെട്ടത്. അവിടെ അദ്ദേഹം വാങ്ങിച്ചിട്ട് വന്ന ഫ്രിഡ്ജും ടിവിയും ഒക്കെ ഉണ്ടായിരുന്നു. സുഖദേവ് അവിടേക്ക് പോയി. എന്നിട്ട് ആ കടക്കാരനോട് പറഞ്ഞു, ഇതൊക്കെ എന്റെ കാണാതെ പോയ ടിവിയും ഫ്രിഡ്ജാണ്. ഇതൊക്കെ ഞാൻ ഇന്നലെയാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. നിങ്ങൾക്ക് തലേന്നേ സുഖമുണ്ടോ? അതിനുള്ള ആധാരം എന്താണുള്ളത്? ഇത് എങ്ങനെയാ നിങ്ങൾ സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറയുന്നത്? ഞാൻ പറയുന്നത് ദയവായിട്ട് വിശ്വസിക്കൂ. ഇതൊക്കെ എന്റേതാണ്. മര്യാദയ്ക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഇല്ലെങ്കിൽ നിങ്ങളെ പോലെ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കേണ്ടത് എനിക്കറിയാം. മര്യാദയ്ക്ക് നിങ്ങൾ വഴിയും നോക്കിയിട്ട് നിങ്ങൾ പോയേക്കണം. അപ്പോഴാണ് ഒരാൾ അവിടേക്ക് വന്നത്. അദ്ദേഹം കടക്കാരനോട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമാണോ? മോഹൻലാൽ സാർ, ഇയാള് പറയുന്നത് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇയാളുടെ ആണെന്ന്. ആ കടക്കാരൻ പറഞ്ഞത് കേട്ടിട്ട് മോഹൻലാൽ ചിരിച്ചുകൊണ്ട് സുഖദേവിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഞാനാണ് ഈ മാർക്കറ്റിന്റെ മുതലാളി. ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെയാണെന്ന് പറയാനുള്ള ആധാരം എന്തെങ്കിലും ഉണ്ടോ? എന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഈ വെള്ളം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ ഉള്ള ഈ കണ്ണീരിനൊക്കെ ഒരു വിലയുമില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയേക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആവശ്യമില്ലാതെ നിങ്ങളെ അടിച്ചു പായിപ്പിക്കണം. കടക്ക് പുറത്ത്. സുഖദേവ് കരഞ്ഞുകൊണ്ട് ആ സ്ഥലത്തു നിന്നും പുറപ്പെട്ടു. അപ്പോഴാണ് ഒരു വയസ്സനായ ആള് സുഖദേവിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പേര് സുഖദേവ് അല്ലേ? സുഖദേവ് ആ വ്യക്തിയെ സൂക്ഷിച്ചു നോക്കി. ചേടാ ലാലാജി, നിങ്ങളല്ലേ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായിരുന്നത്? പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? സുഖദേവ് കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ലാലാജിയോട് പറഞ്ഞു. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് സുഖദേവ്. നിനക്ക് നടന്നത് വളരെ മോശമായുള്ള കാര്യം തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്. നീ നാളെ ഇതേ സമയത്ത് ഈ സ്ഥലത്തേക്ക് വാ. ഞാൻ നിനക്ക്
തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാം. സുഖദേവ് കരഞ്ഞുകൊണ്ട് ആ സ്ഥലത്തു നിന്നും പോയി. ലാലാജി നേരെ ചെന്ന് ആ കള്ളന്മാരുടെ മാർക്കറ്റിലെ ഓണറോട് സംസാരിച്ചു. മോഹൻലാൽ മുതലാളി, ഞാൻ നിങ്ങളുടെ ഈ തിരുട്ട് മാർക്കറ്റിൽ കുറെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും ചില നേരത്തിൽ ഞാൻ കാണാതെയും ഇരിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടുമില്ല. ശരി, നീ എന്താണ് പറയാൻ വരുന്നത്? ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ആ സുഖദേവിന്റെ സാധനങ്ങളൊക്കെ തിരിച്ചു തരണം എന്നാ പറയുന്നത്. എന്ത് സുഖദേവ്? ആര് സുഖദേവ്? പിന്നെ എന്ത് സാധനങ്ങൾ? നിങ്ങൾക്ക് എന്നെ അറിയില്ല ലാലാജി, ഞാൻ എന്താ ചെയ്യുന്നെന്ന്. എന്റെ ഗ്യാങ് എവിടെ മോഷ്ടിക്കുന്നത് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ല അത്. കുറച്ചു നേരം മുമ്പ് ഒരാൾ വന്ന് നിങ്ങളടുത്ത് കറഞ്ഞില്ലേ, അവന്റെ പേരാണ് സുഖദേവ്. ഇന്നലെ രാത്രി അവന്റെ വീട്ടിൽ നിങ്ങളുടെ ഗ്യാങ്ങാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അയാള് വളരെ നല്ലവനാണ്. കടന്ന 20 വർഷമായിട്ട് അവൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവന്റെ പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി അവൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ നിങ്ങളുടെ ആൾക്കാര് പാവം അവന്റെ വീട്ടിലും ഇന്നലെയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, അവന്റെ മനസ്സിപ്പോ എന്ത് രീതിയിലുണ്ടാവും എന്ന്. ഒരു പക്ഷേ ഞാൻ ഇതൊക്കെ നോക്കിയാലേ പിന്നെ ഞാൻ എന്റെ ജോലി പൂട്ടിയിട്ട് പോവും. ലാലാജി, നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം നോക്കിയിട്ട് പോകുന്നതാണ് വളരെ നല്ലത്. ഇവിടുന്ന് പുറപ്പെട്ടു പോയിക്കോ. പിന്നെ ഇന്നൊരു കാര്യം, നിങ്ങൾ ഇവിടെ വെറും കണക്ക് മാത്രമാണ് നോക്കുന്നത്, മുതലാളിയല്ല. ഇവിടെ ഞാൻ എന്ത് പറയുന്നു അതാണ് നടക്കാൻ പോകുന്നത്. ആ മോഹൻലാല് പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം മുഖത്ത് സങ്കടത്തോടെ അവിടെ നിന്നും പോയി. അദ്ദേഹം രാത്രി മുഴുവൻ തന്റെ വീട്ടിൽ സുഖദേവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം വീണ്ടും അദ്ദേഹം ആ കള്ളന്മാരുടെ മാർക്കറ്റിലേക്ക് ജോലിക്ക് പോയി. സുഖദേവ് മുൻപേ തന്നെ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ വന്നു ലാലാജി, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന്. ആ സുഖദേവ്, ഞാൻ തന്നെയാണ് പറഞ്ഞിരുന്നത്. ശരി, നീ ഒരു കാര്യം പറ, നിന്റെ അടുത്ത് എന്തെങ്കിലും പണമുണ്ടോ? ഇല്ലേ? എന്റെ അടുത്തുള്ള അവസാനത്തെ എല്ലാ പൈസയിലും ഞാൻ സാധനം വാങ്ങിച്ചു. ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല ലാലാജി, എന്റെ അടുത്ത് കഴിക്കാൻ പോലും എന്റെ അടുത്ത് കാശില്ല. ഞാനിപ്പോ എന്റെ സാധനം വാങ്ങണമെങ്കിൽ ഞാൻ 2 മടങ്ങ് കാശ് കൊടുത്തേ വാങ്ങാൻ പറ്റുള്ളൂ. ഇത്രയും വേഗമായിട്ടുള്ള കാശ് ഞാൻ എവിടുന്നാ വാങ്ങിച്ചിട്ട് വരിക? നിങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ ഒരു സത്യസന്ധനുള്ള മനുഷ്യനാണ്. ആരടുത്ത് എനിക്ക് കൈനീട്ടി ചോദിക്കാനും പറ്റില്ല. ലാലാജിക്ക് സുഖദേവിനോട് വീണ്ടും പാവം തോന്നി. അദ്ദേഹം കുറച്ച് കാശ് സുഖദേവിന് നൽകി. എന്നിട്ട് പറഞ്ഞു, പോട്, ഈ തിരുട്ട് മാർക്കറ്റിൽ നിന്ന് എന്റെ സാധനം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നീ അങ്ങ് വാങ്ങിച്ചേക്ക്. ഒന്നും ആലോചിക്കേണ്ട. ഞാൻ ഈ മോഷ്ടിച്ച മാർക്കറ്റിൽ എങ്ങനെയാണ് സാധനം വാങ്ങിച്ചാലെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ നിന്റെ സാധനമൊക്കെ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറഞ്ഞ രൂപത്തിൽ ഒരേ വില തന്നെ നീ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ആ കടക്കാരൻ എന്ത് മാറ്റി സംസാരിച്ചാലും ശരി, ഈ വിലയിൽ വരില്ലെന്ന് പറഞ്ഞാലും നീ നിന്റെ വിലയിൽ ഉറപ്പായിട്ട് നീ നിൽക്കണം. അവസാനം അവൻ നിന്റെ വിലയ്ക്ക് തന്നെ വന്നിട്ട് അവസാനം നിന്റെ വഴിക്ക് തന്നെ അവൻ അങ്ങ് വന്ന് എത്തിക്കോളും. അതൊക്കെ ശരിക്കാണ് ലാലാജി, പക്ഷെ ഈ പണം എന്തിനാ എന്റെ കയ്യിൽ നിങ്ങൾ തരുന്നത്? നീ ഒന്നും വിഷമിക്കേണ്ട. ഞാൻ ഈ മോഷണ മാർക്കറ്റിൽ കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എന്റെ ഗ്രാമത്തുകാരനാണ്, അതുകൊണ്ട് നീ പല വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞാൻ നിനക്ക് സഹായം ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചെയ്ത പാവങ്ങളൊക്കെ ഇതിനാണ് പ്രായച്ചിത്തം. നേരം നീ വേസ്റ്റ് ആക്കണ്ട, വേഗം തന്നെ നിന്റെ സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയേക്ക്. ലാലാജി പറഞ്ഞത് കേട്ടിട്ട് സുഖദേവ് ലാലാജി എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്റെ വസ്തുക്കൾ വാങ്ങാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം അദ്ദേഹം എല്ലാ വസ്തുക്കളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുഖദേവും അദ്ദേഹത്തിന്റെ ഭാര്യയും ലാലാജിയുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ അവിടെ ലാലാജി ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമായിരുന്നു. അല്ല, നിങ്ങൾ സുഖദേവ്, പിന്നെ ഇത് നിങ്ങളുടെ ഭാര്യ ആർത്തി അല്ലേ? അതെ, ഞങ്ങൾ ലാലാജിനെ വേണ്ടി കാണാൻ വന്നതാണ്. അദ്ദേഹം ചെയ്ത ഈ വലിയ സഹായത്തിന് വേണ്ടി നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ലാലാജി കള്ള മാർക്കറ്റ് മുതലാളിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. കാരണം ലാലാജിയും അദ്ദേഹത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പറയണമെങ്കിൽ സുഖദേവിന്റെ കണ്ണുനീർ ലാലാജിയുടെ പോലുള്ളവരുടെ മനസ്സിനെ തട്ടി ഉണർത്തിയിരിക്കുന്നു. അദ്ദേഹം കള്ള മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്നെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അതിനുശേഷം സുഖദേവ് തന്റെ മകൾ കോമലിന്റെ കല്യാണം വളരെ നന്നായി നടത്തി. സന്തോഷപൂർവ്വം കോമലിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു.